യുഎഇയിലേക്ക് ഇന്നും ആക്രമണം കടുപ്പിച്ച് ഇറാൻ. അബുദാബിയിലും ദുബൈയിലും കഴിഞ്ഞ മണിക്കൂറുകളിൽ ഡ്രോണുകളും മിസൈലുകളും എത്തി. 16 പേർക്ക് കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ പരിക്കേറ്റുവെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഷിനോജ് ഷംസുദ്ദീൻ ചേരുകയാണ് വിവരങ്ങളുമായി. ഷിനോജ്, ഇന്നിപ്പോൾ ഒരുപക്ഷെ വൈകിട്ടോടുകൂടിയാണ് വീണ്ടും ആക്രമണത്തിന്റെ ഒരു തോത് ആക്രമണം കൂടുന്നു എന്നുള്ള വാർത്ത റിപ്പോർട്ടായി വരുന്നത്. ഇന്നിപ്പോൾ എന്താണ് അവിടെ നടക്കുന്നത്? ഏതു തരത്തിലാണ് അവിടെ ഈ പ്രതിരോധിക്കുന്നത് ഈ മിസൈലുകളെയും ഡ്രോണുകളെയും? മഹേഷ്, ഇന്നലെ രാത്രിയിലെയും അതേപോലെ തന്നെ ഇന്ന് പകലിലെയും അവസ്ഥ വളരെ ശാന്തമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഒഴിവാകുന്നു, ആക്രമണ ഭീതി ഒഴിയുന്നു എന്നൊരു ധാരണയാണ് പൊതുവെ ഉണ്ടായിരുന്നത്. പക്ഷേ ആ ധാരണകളൊക്കെ തെറ്റിക്കുന്ന വിധത്തിലാണ് രാത്രി ഉണ്ടായ ആക്രമണം. പ്രത്യേകിച്ച് അബുദാബി, ദുബൈയിലെ ചില ഭാഗങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് ശക്തമായ ആക്രമണം ഇറാൻ മിസൈലുകളും അതേപോലെ തന്നെ ഡ്രോണുകളും നടത്തി. പക്ഷേ ഇവയെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത്. ഇന്ന് ഏറ്റവും ഒടുവിൽ വിട്ട കണക്ക് പ്രകാരം 16 പേർക്കാണ് ഏറ്റവും പുതുതായി പരിക്കേറ്റിട്ടുള്ളത്. മൊത്തം പരിക്കേറ്റവരുടെ എണ്ണം ഇതോടെ 94 ഉയർന്നിട്ടുണ്ട്. ഇന്ന് രാത്രി നടന്ന ആക്രമണത്തിൻ്റെ പ്രത്യാഘാതം എന്തായിരുന്നു എന്നറിയണമെങ്കിൽ നാളെ ആയിരിക്കും പ്രതിരോധ മന്ത്രാലയം അതിൻ്റെ വിശദമായ കണക്കുകളും മറ്റും പുറത്തുവിടുക. ഇന്ന് കഴിഞ്ഞ ദിവസം 7 ബാലിസ്റ്റിക് മിസൈലുകൾ യുഎഇക്ക് നേരെ തൊടുത്തുവിട്ടിരുന്നു. അതിൽ 6 എണ്ണവും യുഎഇ പ്രതിരോധിച്ചു. 1 രാജ്യത്ത് പതിച്ചു എന്നാണ് കണക്കുകൾ പറയുന്നത്. അതേപോലെ തന്നെ 131 ഡ്രോണുകളും കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇതുവരെ 1000-ലധികം ഡ്രോണുകളാണ് ഈ കഴിഞ്ഞ 6 ദിവസത്തിനിടയിൽ യുഎഇക്ക് നേരെ ഇറാൻ തൊടുത്തുവിട്ടിട്ടുള്ളത് എന്നാണ് പ്രതിരോധ മന്ത്രാലയം അറിയിക്കുന്നത്. ഇതിൽ കൂടുതലും പ്രതിരോധിക്കാൻ പ്രതിരോധ മന്ത്രാലയത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ജീവപായങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇപ്പോഴും മരണസംഖ്യ 3 തന്നെ നിലനിൽക്കുകയാണ്. പക്ഷേ പരിക്കേൽക്കുന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുന്നുണ്ട്. മഹേഷ്. ഷിനോജ് ഷംസുദ്ദീനാണ് വിവരങ്ങൾ നൽകിയത്. യുഎഇയിൽ ഇന്ന് ആക്രമണം വൈകിട്ടോടെ ഒരൽപ്പം കൂടി എന്നാണ് ഷിനോജ് റിപ്പോർട്ട് ചെയ്യുന്നത്.